السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും മാറ്റി തീർക്കുവാൻ കഴിവിൻ്റെയും അറിവിൻ്റെയും പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ, നമുക്ക് ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, നാം ഓരോരുത്തരും എന്തെങ്കിലും ഒരു പരിണാമത്തിൻ്റെ ഫലമായിട്ടോ ഒരു പൊട്ടിത്തെറിയുടെ ഫലമായിട്ടോ തനിയെ ഉണ്ടായതോ ഉണ്ടായിത്തീർന്നതോ ഉരുത്തിരിഞ്ഞു വന്നതോ ആയ പടപ്പുകളല്ല, സൃഷ്ടിജാലങ്ങളല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചതാണ്. ഈ സൃഷ്ടിപ്പിന് പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വ്യക്തമായ ചില ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുകയും അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അവന് മാത്രം, അല്ലെങ്കിൽ അവൻ ഇബാദത്ത് ചെയ്യലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കൽ അതെപ്പോഴും ആവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും പുനർവിചിന്തനം നടത്തേണ്ട, സ്വയം ആത്മവിചാരം നടത്തേണ്ട ഒരു കാര്യമാണ്. കാരണം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതെന്തിനാണോ ആ ഒരു ലക്ഷ്യം നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ബാക്കി നമ്മൾ ഈ ദുനിയാവിൽ എന്തൊക്കെ ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചാലും നമ്മളൊരിക്കലും റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരാവുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് സ്വഹാബത്ത് കൃത്യമായി നടപ്പിൽ വരുത്തി പ്രാക്ടിക്കലാക്കി കാണിച്ചു തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിനെന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി ഇനി ശരിയാക്കാനുണ്ടെന്ന് പരിശോധിക്കുകയും അതിനടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാത്തിടത്തോളം നമ്മൾക്കൊരിക്കലും നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. ഇതിങ്ങനെ ആമുഖമായി പറയാൻ കാരണം, നമ്മൾക്കേവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട ആ സമൂഹം, മക്കയിലെ ആ മുശ്രിക്കീങ്ങളുടെ കൗമ്, ആ സമൂഹത്തിലെ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർക്കറിയാമായിരുന്നു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് അമ്മൻ യംലികു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്. മക്കയിലെ മുശ്രിക്കീങ്ങളോട്
അബൂജഹലിനോടും ഉത്ബത്തിനോടും ഷൈബയോടും അബൂ ലഹബിനോടും അബൂ ത്വാലിബിനോടുമൊക്കെ റസൂലെ താങ്കൾ ചോദിച്ചാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചതും കേൾവിയെയും കാഴ്ചയും ഉടമപ്പെടുത്തിയതും മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെയും പുറത്തു കൊണ്ടുവരുന്നതും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അള്ളാഹു ആണെന്ന് പറയും. അവരൊരിക്കലും ലാത്തയാണെന്ന് പറയൂല, ഉസ്സയാണെന്ന് പറയൂല, മനാത്തയാണെന്ന് പറയൂല. അവർ പറയുക അള്ളാഹു ആണെന്ന് പറയും. അവരുടെ ഖാലിഖ് അള്ളാഹു ആണെന്ന് അവർ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അവർക്ക് റിസ്ക് നൽകുന്നത് അള്ളാഹു ആണ്, മറ്റാരുമല്ല എന്നവർ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ്, മറ്റാരുമല്ല എന്നവർ ഉറച്ച് വിശ്വസിച്ചിരുന്നു അല്ലേ. അതുകൊണ്ടാണ് അവർ പല സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് ഇബാദത്തുകൾ ചെയ്യാറുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, വൈദാ റകിബൂ ഫിൽ ഫുൽക്കി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലുകളിൽ കയറിക്കഴിഞ്ഞാൽ അല്ലേ, അന്നത്തെ കാലത്ത് കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ സുഖകരമായ യാത്ര ഒന്നുമല്ല, വളരെ പ്രയാസമുള്ള യാത്രയാണ്. ജീവൻ പോലും പണയം വെച്ചിട്ടുള്ള യാത്ര. ചെറുതായ ഒരു കാലാവസ്ഥൻ്റെ മട്ട് മാറിക്കഴിഞ്ഞാൽ, കാറ്റും കോളും വന്നു കഴിഞ്ഞാൽ പിന്നെ ബേജാറാണ്. തിരിച്ച് കരയിലേക്ക് എത്തുക എന്നുള്ളത് പിന്നെ വളരെ കുറച്ച് മാത്രം ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം മാത്രമേ അവശേഷിക്കൂ. അന്നത്തെ കപ്പൽ യാത്രകൾ അങ്ങനെയാണ്. അത്രയും പ്രയാസമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരായിക്കഴിഞ്ഞാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടും. മറ്റൊരാളെയും അവരെന്ത് ചെയ്യില്ല, അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വേറെ ആരെയും അവർ തേടുകയില്ല. അവർ ഇബാദത്തുകൾ ചെയ്തിരുന്ന, അവർ വണങ്ങിയിരുന്ന, നേർച്ച വഴിപാടുകൾ നടത്തിയിരുന്ന ഒരാളെയും അവരത്തരം സന്ദർഭങ്ങളിൽ വിളിച്ച് തേടുകയില്ല. ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ മാത്രം അവർ വിളിച്ചു തേടും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ അവർക്ക് മറ്റ് പല ഇബാദത്തുകൾ, അവർ തവാഫ് ചെയ്യാറുണ്ട്. ഹജ്ജിൻ്റെ മറ്റ് പല കർമ്മങ്ങളും അവർ ചെയ്തിരുന്നു അല്ലേ. എത്രത്തോളം ബദർ യുദ്ധത്തിന് മക്ക മുശ്രിക്കീങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവരുടെ നേതാവായ അബൂജഹൽ കാബയുടെ കില്ല പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് ലാത്തയോടല്ല, ഉസ്സയോടല്ല, മനാത്തയോടല്ല, അള്ളാഹുവിനോടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മളുമായി ഇത് ബന്ധപ്പെടുന്ന വിഷയം ഭാഗം എന്താണെന്ന് വെച്ചാൽ, അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിരുന്നു, എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശത്രുക്കളായിട്ടാണ് പ്രഖ്യാപിച്ചത്. മുസ്ലിമീങ്ങളായിട്ടല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയവരായിട്ടല്ല, അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തവരായിരുന്നിട്ട് പോലും. അതിനുള്ള കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കാഫിറൂൻ, നമുക്കൊക്കെ അറിയുന്ന കുല്യ അയ്യുഹൽ കാഫിറൂൻ തുടങ്ങുന്ന സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്, വലാ അൻതും ആബിദൂന മാ അഅബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന റബ്ബിനെ, അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല എന്ന് മക്കക്കാരോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാം, കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ്. അള്ളാഹുവിന് അതിനേക്കാൾ നന്നായി അറിയാം. ആ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ നോക്കി അള്ളാഹു പറയാൻ കൽപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരല്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അതോടെയാണ് നമ്മുടെ വിഷയം ബന്ധപ്പെട്ട ഭാഗം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് ഒരാൾ ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് തവണ ഒരുപാട് നേരം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവൻ അള്ളാഹുവിന് തൃപ്തി ലഭിച്ചവനാവുകയില്ല. മറിച്ച് മറ്റാരെയും ഇബാദത്ത് ചെയ്യാതിരിക്കുമ്പോഴേ അവൻ അള്ളാഹുവിന് തൃപ്തി ലഭിച്ചവനാവുകയുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഇബാദത്തിൽ ശിർക്ക് കലർന്നാലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ ചെയ്യുന്ന മക്ക മുശ്രിക്കുകളോട് പറയുന്നത് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ലാണ്. കാരണം അവരുടെ ഇബാദത്തുകൾ റബ്ബിൻ്റെ അടുക്കൽ അത് ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല. നമ്മൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ എന്ന് ആരംഭിക്കുന്നുവോ അന്ന് മുതലല്ലാതെ ഒരാളുടെയും ഇബാദത്ത് റബ്ബിൻ്റെ അടുക്കൽ ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല. അവൻ റബ്ബിനെ തൃപ്തിപ്പെടുത്തവനാവുകയില്ല, നരകത്തിൽ രക്ഷപ്പെട്ടവനാവുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നവനും ആവുകയില്ല. എപ്പോഴാണോ ബാക്കിയുള്ള ആരാധ്യന്മാരെ, ബാക്കിയുള്ള ഇബാദത്തുകൾ നൽകുന്ന, അവൻ്റെ ഹൃദയം തിരിയുന്ന, അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പലപ്പോഴും ആശ്രയിക്കുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴാണോ ഒഴിവാക്കുന്നുവോ അപ്പോഴേ അവൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തവനാവുകയുള്ളൂ. അവൻ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യം പൂർത്തീകരിച്ചവൻ ആവുന്നത് അപ്പോൾ മാത്രമാണ്.
കുറേ നിസ്കരിച്ചു, കുറേ ഖുർആൻ പാരായണം ചെയ്തു, കുറേ ദിക്ർ ചെയ്തു, കുറേ സ്വലാത്ത് ചൊല്ലി, കാര്യമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവനാവണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. ബാക്കിയുള്ള ഇബാദത്ത് നൽകപ്പെടുന്ന ഒരാളെയും ഇബാദത്ത് ചെയ്യുന്നത് നിർത്തുന്നത് എപ്പോഴാണോ അപ്പോഴേ റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. ആരാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന സ്വർഗത്തിലേക്കുള്ള കയറിൽ സിറാത്തുൽ മുസ്തഖീമിൽ മുറുകെ പിടിച്ചവൻ ആരാണ്? അതിനുള്ള ഒന്നാമത്തെ നിബന്ധന പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്. ത്വാഗൂത്തുകളിൽ അവിശ്വസിക്കണം. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാത്തിനുള്ള പേരാണ് ത്വാഗൂത്തുകൾ. എന്തൊക്കെ ഉണ്ടോ, കല്ലായിക്കോട്ടെ, മരമായിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, നബി ആയിക്കോട്ടെ, റസൂലായിക്കോട്ടെ, മലക്കായിക്കോട്ടെ, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാത്തിനും പറയുന്ന പേരാണ് ത്വാഗൂത്തുകൾ. അവയ്ക്ക് ഒരാൾക്കും ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയില്ല എന്നെപ്പോൾ ഒരാൾ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ, ഒരാൾക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്താൻ, അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവർക്കൊന്നിനും ഒരു തരി പോലും ഇബാദത്ത് കൊടുക്കാൻ നൽകപ്പെടാൻ അർഹതയില്ല, ഒരാൾക്കുമില്ല. ഇബാദത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അവകാശമാണ്, അള്ളാഹുവിൻ്റെ മാത്രം അവകാശം. അത് വേറൊരാൾക്കും അത് കൊടുത്തുകൂടാ, ഒരു തരി പോലും. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ എന്ന പ്രമുഖനായ സ്വഹാബിയുടെ കൂടെ ഒരു കഴുതപ്പുറത്ത് മുആദ് റളിയല്ലാഹു അൻഹു പുറകിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപിലുമായിട്ട് സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, യാ മുആദ് അതദരി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. അടിമകളുടെ മേൽ റബ്ബിന് പൂർത്തീകരിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ, ബാധ്യത, റബ്ബിന് നമ്മൾ നിറവേറ്റേണ്ടത് അതെന്താണെന്ന് താങ്കൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മുആദ് പറയുന്നത്, അല്ലാഹു റസൂലുഹു ആലം. അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഏറ്റവും നന്നായി അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. ഒരടിമയ്ക്ക് അവൻ്റെ റബ്ബിനോടുള്ള ഏറ്റവും ഒന്നാമത്തെ കടമ, ഏറ്റവും പ്രധാനപ്പെട്ട കടമ, ഈ കടമ പൂർത്തീകരിക്കാത്തവൻ വേറെന്തൊക്കെ ചെയ്തിട്ടും അവൻ റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയവനാവുകയില്ല, റബ്ബിനോടുള്ള കടമ പൂർത്തീകരിച്ചവനാവുകയില്ല, അവന് സാധിക്കില്ല. ആ കടമയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന അൻ യഅ്ബുദൂഹു, അവനെ ഇബാദത്ത് ചെയ്യണം, വലാ യുശ്രികൂ ബിഹി ഷൈഅ, ഒരു കാര്യത്തെയും അതിൽ അള്ളാഹുവിന് പങ്കുകാരനാക്കാൻ പാടില്ല, ഒരാളെയും ഒന്നിനെയും. അല്ലേ? അതല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊന്നിനെയും നീ വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഒന്നിനെയും. അതിലെല്ലാം പെട്ടു. എത്ര വലിയ ശ്രേഷ്ഠതയുള്ള ആളുകളായിക്കോട്ടെ, റസൂലായിക്കോട്ടെ, വലിയായിക്കോട്ടെ, മലക്കായിക്കോട്ടെ, അവരുടെ ശ്രേഷ്ഠത കുറച്ച് കാണല്ല. ഇത് പറയുമ്പോൾ ഔലിയാക്കന്മാരവർ ചീത്ത പറയാണ്, അവരെ അനാദരിക്കാൻ. അവരുടെ ശ്രേഷ്ഠത കുറയ്ക്കുകയല്ല, മറിച്ച് ഇബാദത്ത് റബ്ബിൻ്റെ മാത്രം അവകാശമാണ്, അത് റബ്ബിനെ കൊടുക്കാവൂ. റസൂലിന് റസൂലിൻ്റെ അവകാശങ്ങളുണ്ട്, റസൂലിനെ സത്യപ്പെടുത്തുക, റസൂലിനെ അനുസരിക്കുക, റസൂലിനെ പിൻപറ്റുക, എല്ലാ വിഷയത്തിലും മാതൃകയാക്കുക. റസൂലിന് റസൂലിൻ്റെ ഹക്ക്, അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ ഹക്ക്, അള്ളാഹുവിൻ്റെ ഹക്ക് അള്ളാഹുവിനെ കൊടുക്കാവൂ. അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാവുകയുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് നമ്മുടെ വാപ്പാനോടൊരു ഹക്ക് ഉണ്ടാവും, മകനോടൊരു ഹക്ക് ഉണ്ടാവും. വാപ്പാനുള്ള ഹക്ക് നമ്മൾ കൃത്യമായും പരിപൂർണമായിട്ടും മകന് കൊടുത്താലോ, മകനോടുള്ള ഹക്ക് പരിപൂർണമായിട്ട് വാപ്പാക്ക് കൊടുത്താലോ, അതൊരിക്കലും ബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും അവന് ചിന്തിക്കാൻ പറ്റുന്ന, അവന് പറ്റുന്നൊരു കാര്യമാണെന്ന് അംഗീകരിക്കാൻ ഒരവസ്ഥയാണത്. ഇത് അള്ളാഹുവിൻ്റെ വിഷയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ആ പരലോകത്തിൻ്റെ വിഷയമാണ്. ഈ വിഷയത്തിന് വേണ്ടിയിട്ടാണ്, ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാട്ടുകാരുടെ തൃപ്തി വേണ്ടെന്ന് വെച്ചത്, കുടുംബക്കാരുടെ തൃപ്തി വേണ്ടെന്ന് വെച്ചത്. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന, എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന, എല്ലാവരാലും ഇഷ്ടപ്പെട്ടിരുന്ന അൽ അമീൻ എന്ന് അവർ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്ന മുഹമ്മദ് ഇബ്നു അബ്ദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം തൻ്റെ കുടുംബക്കാർക്കിടയിലും നാട്ടുകാർക്കിടയിലും എല്ലാവർക്കിടയിലും വളരെ വൃത്തികെട്ട അഭിസംബോധനകൾ കേൾക്കേണ്ടി വന്നൊരവസ്ഥ എത്തിയത് ഇത് പറഞ്ഞതിനാണ്.
അതല്ലാതെ മക്കക്കാരോട് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് മുമ്പേ. അള്ളാഹുവിനെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്കതിൽ യാതൊരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ അവരോട് പറഞ്ഞത് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നല്ല, അള്ളാഹുവിനോടേ ദുആ ചെയ്യാവൂ എന്നാ പറഞ്ഞത്. ബാക്കി ആരെയും നിങ്ങൾ ദുആ ചെയ്യരുത്, വിളിക്കരുത്, തേടരുത്, പ്രാർത്ഥിക്കരുത്. ഇത് പറഞ്ഞതിനാണ് പ്രശ്നം ഉണ്ടായത്. ഇത് പറഞ്ഞതിനാണ് അവിടെ നാട്ടിൽ നിന്ന് സ്വന്തം കുടുംബക്കാർ, ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർ കൊല്ലാൻ നോക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം കൊടുത്തത്. എന്തിന്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞതിനല്ല, മറ്റാരെയും ഇബാദത്ത് ചെയ്യരുതെന്ന് പറഞ്ഞതിന്. അതുകൊണ്ടല്ലേ മക്കക്കാരുടെ വാക്കായിട്ട് അള്ളാഹു ഖുർആൻ എടുത്തു പറയുന്നത്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എല്ലാ ആരാധന്മാരെയും ഈ മുഹമ്മദ് ഒറ്റൊരു ആരാധനാക്കുകയാണോ? ആരെയും പ്രാർത്ഥിക്കരുത്, ഒരാളെ പ്രാർത്ഥിക്കാവൂ. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യവും പറയുന്നത് എന്ന് മക്കക്കാർ കളിയാക്കി പറഞ്ഞത് അള്ളാഹു ഖുർആനിൽ എടുത്തു കൊടുക്കുകയാണ്. ഒരു ഇലാഹും പാടില്ല, മറ്റ് വിളിച്ച് തേടാനുള്ള ഒന്നും പാടില്ല, അള്ളാഹു മാത്രം. ഈ ഒരു കാര്യം പൂർത്തീകരിക്കാത്ത ഒരാൾ തൻ്റെ ഇബാദത്തുകൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് നിർത്തലാക്കാത്ത ഒരാൾ റബ്ബിൻ്റെ തൃപ്തി മറ്റൊന്നുകൊണ്ടും അവന് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. അല്ലേ? അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ഈ ഒരു കാര്യം അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല, തീർച്ച, ഉറപ്പാണ്. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. റഹ്മാനും റഹീമുമായ റബ്ബ് ബാക്കി എന്തും പുറത്തു തന്നേക്കാം അവൻ ഉദ്ദേശിച്ചാൽ. ഇത് പുറത്ത് തരൂല. അള്ളാഹുവിൻ്റെ ഹക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമുക്കൊരു ഭാര്യയ്ക്കുള്ള കുടുംബനാഥന്മാർക്കറിയാം, ഭാര്യയ്ക്ക് നമ്മളോട് നൽകേണ്ട ഒരു ഹക്ക് ഉണ്ടാവും, ശാരീരികമായിട്ടും മറ്റെല്ലാ വിഷയങ്ങളിലും. നമ്മൾ അവർക്കുള്ള ഹക്ക് പൂർണ്ണമായിട്ട് കൊടുക്കുകയാണ്. സാമ്പത്തികമായിട്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് എല്ലാ നിലയ്ക്കും അവർക്ക് നമ്മൾ പാലിക്കേണ്ട ഹക്ക് അവർക്ക് കൊടുത്തിട്ട് അവർ നമ്മൾക്ക് തരേണ്ട ശാരീരികമായിട്ടുള്ള ഹക്ക് വേറൊരാൾക്കും കൂടി കൊടുത്താലോ? അവർ പറയുന്ന, ആ സ്ത്രീ പറയും, നമ്മളോട് ഭാര്യ പറയാണ്, നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ നിങ്ങളുടെ ഹക്ക് എന്ന് ചോദിച്ചാൽ നമുക്കത് സമാധാനമാകുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊരു ഭർത്താവ് ഭാര്യയോട് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ആ പെണ്ണിനെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടൊന്നുമില്ല, കേവലം ചില സംരക്ഷണം കൊടുക്കുന്നു, സാമ്പത്തികമായി സഹായം കൊടുക്കുന്നു എന്നതൊഴിച്ച്. പക്ഷെ ഇത് നമ്മുടെ റബ്ബ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ തന്ന റബ്ബിന് കൊടുക്കേണ്ട ഹക്ക് റബ്ബിനും വേറൊരാൾക്കും കൊടുത്താൽ അത് റബ്ബിന് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുക? അതാണ് പറഞ്ഞത്, ഇന്ന ശിർക ലദുൽമുൻ അളീം. ഏറ്റവും മഹത്തരമായ തിന്മ ഇതാണ്, ഏറ്റവും കൊടിയ തിന്മ, ഏറ്റവും വൃത്തികെട്ട കാര്യം. വ്യഭിചാരത്തെക്കാളും കള്ളുകുടിയേക്കാളും പലിശയെക്കാളും മറ്റെല്ലാ തെമ്മാടിത്തരങ്ങളെക്കാളും അള്ളാഹുവിന് ഏറ്റവും അധികം വെറുപ്പുണ്ടാക്കുന്ന കാര്യം ശിർക്കാണ്. അത് ഈ കാരണം കൊണ്ടാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹുവിനേ കൊടുക്കാവൂ. അത് വേറൊരാൾക്ക് കൊടുക്കുന്നത് ഒരിക്കലും നീതിയല്ല. അതെന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും അത് വേറൊരാൾക്ക് കൊടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. വേറൊന്നും ഇവിടെ ദീനിൽ, ഈ തൗഹീദ് എന്ന് പറയുന്നതിൽ വേറൊന്നുമില്ല. അള്ളാഹുവിൻ്റെ അവകാശം അള്ളാഹുവിന് കൊടുക്കുക എന്ന് പറയുന്നതിൽ അതിലെന്താണ് അംഗീകരിക്കാൻ പ്രയാസമുള്ള എന്ത് കാര്യമുള്ളത്? ബുദ്ധിക്ക് യോജിക്കാത്ത എന്ത് പ്രയാസം ഉണ്ടാക്കുന്ന എന്ത് കാര്യമുള്ളത്? നീതിബോധത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത എന്ത് വിഷയമാണ് അതിലുള്ളത്? ഇത്രയും എളുപ്പമുള്ള, അടിസ്ഥാനപരമായി ഫിത്രത്ത് മാറിപ്പോയിട്ടില്ലാത്ത, എല്ലാവർക്കും അംഗീകരിക്കാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ കാര്യം പറഞ്ഞതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. ഈ ഒരു കാര്യമാണ് ഈ ദീനിൻ്റെ മർമ്മം, അടിസ്ഥാനം, അടിത്തറ. ഈ അടിത്തറ ശരിയാക്കാത്ത ഒരുവൻ ബാക്കി എത്ര ഉയരത്തിൽ അവൻ്റെ ദീനിനെ കെട്ടിപ്പടുത്തിയിട്ടും കാര്യമില്ല, ആ ദീൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകരിക്കുകയില്ല. അല്ലേ? ഈ തൗഹീദ് ശരിയാക്കാത്ത, ശിർക്ക് കലർന്ന ആളുകൾ അവർ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ അമലുകൾ കൊണ്ട്, നിങ്ങൾ വിചാരിക്കേണ്ട ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അമലുകൾ ചെയ്യൂല, അവർക്കൊരു സ്വാലിഹായ പ്രവർത്തനം ഉണ്ടാവില്ല, നിങ്ങൾ വിചാരിക്കേണ്ട. അല്ലേ? ജാഹിലിയത്തിൽ തന്നെ അറബ് സാഹിത്യമൊക്കെ ഒരിത്തിരിയെങ്കിലും അറിഞ്ഞിട്ടുള്ള, അതിനെപ്പറ്റി ചെറുതായിട്ടെങ്കിലും കേട്ടിട്ടുള്ള ഏതൊരാൾക്കും അറിയുന്ന ഒരാളാണ് ഹാത്തിം അത്വായി.
അറബ് കഥകളിലും സാഹിത്യങ്ങളിലും ഉദാരതയ്ക്ക് മാതൃകയായിട്ട് പറയാറുള്ള വ്യക്തിയാണ് ഹാത്തിം അത്വായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ്, അതായത് ഇസ്ലാം സ്വീകരിക്കുക തൗഹീദ് ഇല്ലാതെ മരണപ്പെട്ടുപോയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ മകൻ സ്വഹാബിയാണ് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉപ്പ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദാനധർമ്മം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എൻ്റെ ഉപ്പാക്ക് ഉപകരിക്കുമോ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇല്ല എന്ന് പറഞ്ഞു. അള്ളാഹ് പറഞ്ഞില്ല, വഖദിംന ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. ഇങ്ങനെയുള്ള ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ അമലുകളുമായിട്ട് ഖിയാമത്ത് നാളിൽ വരും. അപ്പം അള്ളാഹ് പറയാണ്, നാം അവരുടെ അമലുകളിലേക്ക് തിരിയും, എന്നിട്ട് അവരുടെ അമലുകൾ ചിതറിത്തെറിക്കുന്ന ധൂളികൾ പോലെ നാം ആക്കി തീർക്കുന്ന പറഞ്ഞു. ചിതറിത്തെറിക്കുന്ന ധൂളികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വെയിൽ തട്ടുമ്പോൾ ഇങ്ങനെ പൊടിപടലങ്ങൾ പറക്കുന്നത് കാണുന്നുണ്ടാവും. ഇതുപോലെ അള്ളാഹു എന്ന് വെച്ചാൽ ആ പൊടിപടലങ്ങൾ ഒരു മീസാനിലിട്ട് തൂക്കിയാൽ അത് കനം തൂങ്ങൂല. മീസാനിൽ കനം തൂങ്ങാത്തവൻ സ്വർഗത്തിലും പോവില്ല. എന്നാൽ അതേസമയം ഈ തൗഹീദുള്ളവൻ, ഷിർക്ക് കലരാതെ ജീവിതത്തിൽ ശ്രദ്ധിച്ചവൻ, അവനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്. അവൻ അവസാന കാലത്താണ് തൗഹീദ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അവൻ തൗഹീദ് മനസ്സിലാക്കി അധികം അമലുകൾ അവന് ചെയ്യാൻ പറ്റി ഉടനെ തന്നെ മരണപ്പെട്ടു പോവാണ്. ഇങ്ങനൊരു വ്യക്തിയെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മുന്നിൽ എന്ത് ചെയ്യും? അവൻ്റെ പ്രവർത്തനങ്ങൾ എഴുതി രേഖപ്പെടുത്തിയ ഏടുകൾ നിരത്തി വയ്ക്കും. അത് കണ്ണെത്താ ദൂരത്തോളുണ്ട്. ഒരു ജീവിതത്തിൻ്റെ റെക്കോർഡാണ്. ഇവനിങ്ങനെ നോക്കുമ്പോൾ ഓരോ ദിവസം ചെയ്ത ഓരോ തിന്മകൾ, ഇന്ന ദിവസം ഇന്ന സമയത്ത് ചെയ്ത തിന്മ, ഇന്ന ദിവസം ഓരോ തിന്മകൾ ഇവൻ ചെയ്തത് മുഴുവൻ അവിടെ കാണും, പ്രദർശിപ്പിക്കപ്പെടും. ഈ തിന്മകൾ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ തിന്മകൾ കണ്ട് ഇവൻ വെപ്രാളപ്പെട്ട് ബേജാറായി ഞാൻ നരകത്തിലേക്കാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് റബ്ബ് അവനോട് ചോദിക്കും, നീ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? അപ്പം ആ വ്യക്തി അവനൊന്നും പറയാൻ കഴിയുന്നില്ല, അവനൊന്നും ഓർമ്മ കിട്ടുന്നില്ല. വീണ്ടും വീണ്ടും റബ്ബ് ചോദിക്കുമ്പോഴും ഇവനൊന്നും ഉത്തരം പറയാതാകുമ്പോൾ റബ്ബ് തിരിച്ചങ്ങോട്ട് പറയും, നിനക്കൊരു നന്മയുണ്ട്, നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ മരിക്കാൻ കുറച്ച് സമയം മുമ്പ് പറഞ്ഞ ഇവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ അതെന്ത് ചെയ്യും? ഒരു ചെറിയ ഏടിൽ അത് എഴുതിയാൽ ഒരു കാടിൻ്റെ വലിപ്പുണ്ടാവും. ആ കാട് ഇവൻ്റെ മീസാൻ്റെ നന്മയുടെ ഭാഗത്തും ഈ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഏടുകൾ തിന്മയുടെ ഭാഗത്തും വയ്ക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് തട്ട് താഴ്ന്നിരിക്കും. അവൻ സ്വർഗത്തിലേക്കെത്തും. ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദാണ്. ദീനുൽ ഇസ്ലാമിനെ തകർത്ത് കളയുന്ന ഏറ്റവും ഒന്നാമത്തെ അപകടം ഷിർക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൗഹീദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും അശ്രദ്ധ കാരണമോ അറിവില്ലായ്മ മൂലമോ മറ്റ് ദുനിയാവിൻ്റെ തിരക്കുകൾ പെട്ടിട്ടോ ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും അലംഭാവം സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടം ചെറുതല്ല, ദുനിയാവും ആഖിറും നഷ്ടമാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം വിഷയങ്ങൾ, തൗഹീദിൻ്റെ വിഷയങ്ങൾ, ഷിർക്കിൻ്റെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആദ്യവും അവസാനവും ഒക്കെ പറഞ്ഞുകൊണ്ടേ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി കിട്ടി ആദ്യമായി ദഅവത്ത് ആരംഭിച്ചപ്പോൾ മക്കയിലെ പട്ടണങ്ങൾ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലും മറ്റുള്ള മക്ക മുശ്രിക്കുകളോടും ആദ്യമായി പറയുന്നത് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, മദ്യപിക്കരുത് എന്നല്ല, മറ്റുള്ള വൃത്തികേടുകൾ ചെയ്യരുതെന്നല്ല. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, അത് അംഗീകരിക്കുക, അതിൻ്റെ വക്താക്കളാകൂ, നിങ്ങൾക്ക് വിജയിക്കാം. ഒന്നാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാനായ സമയത്ത് സക്കറാത്തുൽ മൗത്തിൽ കിടക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ദിവസം രോഗശയ്യയിൽ കിടന്നിട്ടാണ് മരണപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രോഗശയ്യയിൽ ഇടയ്ക്ക് ബോധം മറിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെയുണ്ട്. അത്രയധികം കഠിനമായ രോഗത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും, മരിക്കാനായ സാഹചര്യത്തിൽ പോലും ഇടയ്ക്കൊരു സമയത്ത് ബോധം വന്നപ്പോൾ എന്താ പറഞ്ഞത്? ലഅനല്ലാഹുൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു ശപിക്കട്ടെ, അവർ റഹ്മത്തിൽ നിന്ന് അള്ളാഹു അവരെ അകറ്റി നിർത്തട്ടെ. എന്താ കാരണം? അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങൾ അവർ മസ്ജിദുകളാക്കി. മരിക്കുമ്പോഴും തൗഹീദാണ്, തുടക്കവും ഒടുക്കവും ഇടയിലെല്ലാം. നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളതും ഏറ്റവും കൂടുതൽ പറയാനുള്ളതും തൗഹീദ് തന്നെയാണ്. പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾക്ക് തൗഹീദ് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നമ്മൾക്ക് പേടി നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയും തൗഹീദ് പഠിക്കേണ്ടിയിരിക്കുന്ന അർത്ഥം. നമുക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല.
എന്താ ഇപ്പോഴും ഈ തൗഹീദ് പറയുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തൗഹീദ് മനസ്സിലായില്ല എന്നതിൻ്റെ അർത്ഥം. തൗഹീദിൻ്റെ നേതാവായി ഖലീലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൗഹീദിൻ്റെ വിഷയത്തിൽ അള്ളാഹു മാതൃകയായി നിശ്ചയിച്ചു കൊടുത്ത ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാം മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടോ? റബ്ബി ജുനുബിനി വ ബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നീ റബ്ബെ അകറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തൗഹീദിൻ്റെ ഇമാമാണ്. തൗഹീദ് കൂടുന്നതോട് എത്രത്തോളം വർദ്ധിക്കുന്നോ അത്രത്തോളം ശിർക്കിനെ തൊട്ടുള്ള പേടിയും വർദ്ധിക്കും. തൗഹീദ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ശിർക്കിനെ തൊട്ടുള്ള നിർഭയത്വവും പേടിയില്ലായ്മയും വർദ്ധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ സംബന്ധിച്ച് എപ്പോഴും ജാഗരൂകരായിരിക്കാനും തൗഹീദിൻ്റെ വിഷയങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കാനും നമ്മൾ സഹായിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളായ പടപ്പുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മെ സൃഷ്ടിച്ച ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകളിൽ ഒരു തരി പോലും ശിർക്ക് കലരാതിരിക്കുകയാണ് എന്നതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ റസൂലുമാരെയും നൂഹ് അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള ഓരോ റസൂലുമാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക്, പടപ്പുകളിലേക്ക്, ഓരോ നാടുകളിലേക്കും ഉമ്മത്തുകളിലേക്കും അയച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്, തൗഹീദിന് വേണ്ടിയിട്ടാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അള്ളാഹു പറയുന്നത് വലഖദ് ബഅസ്നാ, നാം അയച്ചിട്ടുണ്ട്, ഫീ കുല്ലി ഉമ്മത്തിൻ, ഓരോ ഉമ്മത്തിലേക്കും, ഓരോ നാടുകളിലേക്കും സമൂഹങ്ങളിലേക്കും റസൂലുമാർ അയക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അയച്ചിട്ടുണ്ട് ഓരോ സന്ദർഭങ്ങളിലായിട്ട്, ഓരോ കാലഘട്ടങ്ങളിലായിട്ട്. എന്തിനയച്ചത്? അനി അബ്ദുല്ലാഹ്. ആ റസൂലുമാരൊക്കെ ഏറ്റവും ആദ്യം അവരുടെ സമൂഹങ്ങളോട് കൽപ്പിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ. എന്നിട്ടോ കഴിഞ്ഞില്ല, വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനെല്ലാത്തിനെയും ഉപേക്ഷിക്കുകയും വേണം, അതിനൊക്കെ വലിച്ചെറിയാം, അതിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. ഇബാദത്തുകൾപ്പെട്ട ഒരു തരി പോലും നൽകാതെ അതിനെ മാറ്റി നിർത്തണം എന്നാണ് ഏറ്റവും ഒന്നാമത് എല്ലാ റസൂലുമാരും കൽപ്പിച്ചത്. റസൂലുമാർ അയക്കപ്പെട്ടത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് പല ആളുകളും മുസ്ലിമീങ്ങൾ ഒന്നാകാൻ വേണ്ടിയിട്ടും മുസ്ലിമീങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ടൊക്കെ അവർ പരിശ്രമിക്കുമ്പോൾ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് തൗഹീദ് കൊണ്ടാണെങ്കിലും അവരേറ്റവും ആദ്യം തുടങ്ങുന്നത് ഭരണം പിടിച്ചെടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ തുടക്കത്തിൽ ഏത് സന്ദർഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹത്തിന് വഹി കിട്ടിയതിന് ശേഷം എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭരണം കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ട് കിട്ടിയ ഭരണമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യം ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ആളുകളും ശിർക്ക് ഒഴിവാകണം, എല്ലാവരും തൗഹീദ് സ്വീകരിക്കണം. അതിനുവേണ്ടി പരിശ്രമിച്ച പരിശ്രമങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്ത് ചെയ്തു? ദുനിയാവും കൊടുത്തു, ഭരണവും കൊടുത്തു എന്നതല്ലാതെ നിങ്ങൾ ചിന്തിച്ചിട്ട് നമുക്ക് എത്ര റസൂലുമാർ അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഖുർആനിൽ? ആ റസൂലുമാരിൽ രാജഭരണമുള്ള, ഭരണാധികാരമുള്ള എത്ര റസൂലുമാരുണ്ട്? എത്ര റസൂലുമാരുണ്ട്? വളരെ ചുരുക്കം. ദുനിയാവിൽ രാജഭരണം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കാനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? റസൂലുമാരെ നിശ്ചയിച്ചത്. റസൂലുമാരെ അള്ളാഹു നിശ്ചയിച്ച് തൗഹീദ് പഠിപ്പിക്കാനാണ്, ഷിർക്കിനെ തൊട്ട് താക്കീത് ചെയ്യാനാണ്. തൗഹീദും ഷിർക്കും വരാത്തിടത്തോളം നമുക്കൊരിക്കലും ഒരു സമൂഹത്തിനെ ഒന്നാക്കാനോ നന്നാക്കാനോ സാധിക്കൂല. അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചു. ചരിത്രം സാക്ഷിയാണ്. നിങ്ങൾക്കറിയോ സഹാബത്തിൻ്റെ ചരിത്രം? സഹാബത്ത് മുസ്ലിമീങ്ങളാവുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ,
തൊട്ടടുത്ത നാട്ടുകാരോട് പോലും ഗോത്രക്കാരോട് പോലും ചെറിയ വിഷയങ്ങളിൽ പോലും മാസങ്ങൾ കണക്കെ യുദ്ധങ്ങൾ നടത്തിയിരുന്ന ഒരു വിഭാഗമായിരുന്നു സ്വഹാബത്ത്. അതേ സ്വഹാബത്ത് തന്നെ തൗഹീദ് മനസ്സിലാക്കിയപ്പോൾ, ശിർക്ക് വെടിഞ്ഞപ്പോൾ ഏതോ നാട്ടുകാരെ സ്വന്തം സഹോദരങ്ങളെക്കാൾ സ്നേഹിക്കാൻ അവർക്ക് സാധിച്ചു. സൽമാൻ അൽ ഫാരിസിയും സുഹൈബ് ബിൻ സിനാൻ റൂമിയും അതുപോലെ തന്നെ ബിലാൽ അൽ ഹബഷിയും ഒക്കെ ഏതൊക്കെയോ നാട്ടുകാരാണ്. അവർക്ക് സ്വന്തം സഹോദരങ്ങളെക്കാൾ പരസ്പരം സ്നേഹിക്കാനും ഒന്നിക്കാനും നന്നാകാനും സാധിച്ചത് തൗഹീദ് കൊണ്ടാണ്. ഈ തൗഹീദ് എല്ലാ ആളുകളും പരിപൂർണമായി പാലിക്കുമ്പോഴേ എല്ലാവരും ഒന്നാവുകയുള്ളൂ, എല്ലാവരും നന്നാവുകയുള്ളൂ. അതല്ലാതെ വേറെ കുറേ പരിശ്രമങ്ങൾ, ദീൻ പഠിപ്പിച്ചു തരാത്ത രൂപത്തിൽ ദീൻ ഒരു കാര്യം, ഒരു ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദീൻ ഒരു മാർഗവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലക്ഷ്യം നന്നായാൽ മതി, മാർഗം എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ശൈത്താൻ്റെ ദുർമന്ത്രണം അത് ദീനുൽ ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്. ലക്ഷ്യവും നന്നാകണം, മാർഗവും നന്നാകണം. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് മാർഗത്തെ പറ്റിയിട്ടാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സിറാത്ത് എന്ന് വെച്ചാൽ വഴിയെന്നാണ്. കാരണം ലക്ഷ്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതിലേക്കുള്ള വഴി ആണ് സിറാത്തുൽ മുസ്തഖീം. ഈ വഴിയിലൂടെ തന്നെ പോയാലേ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തുകയുള്ളൂ. അതുകൊണ്ട് നാം ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ, അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്, എല്ലാത്തിലും മാതൃകയുണ്ട്. ആ റസൂലിൻ്റെ മാതൃക പിൻപറ്റൽ നിർബന്ധമാണ്. റസൂലിൽ എങ്ങനെ നാട്ടുകാരെ നന്നാക്കിയോ, എങ്ങനെ സ്വഹാബത്തിനെ ഒറ്റക്കെട്ടാക്കിയോ അങ്ങനെ തന്നെ നന്നാക്കണം, അങ്ങനെ തന്നെ ഒറ്റക്കെട്ടാക്കണം. രാഷ്ട്രീയം പറഞ്ഞിട്ടോ സമ്പത്ത് കൊടുത്തിട്ടോ പലതും കാണിച്ചിട്ടോ അല്ല ആളുകളെ കൂട്ടിപ്പിടിക്കേണ്ടത്. ദീൻ നേരെയാക്കിയിട്ടാണ്, തൗഹീദ് ശരിയാക്കിയിട്ടാണ്. അങ്ങനെ നമുക്ക് ആളുകളെ നന്നാക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കൂട്ടം, ഒരു സംഘം പോലെ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ പറ്റി പറഞ്ഞെന്താ? തഹ്സബുഹും ജമീഅൻ വ ഖുലൂബുഹും ശത്ത. നീ വിചാരിക്കുക ഒറ്റക്കെട്ടാണ്, പക്ഷെ അവരുടെ ഹൃദയങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. എന്ന് വെച്ചാൽ അവർക്ക് പരസ്പരം ഐക്യം ഹൃദയത്തിലില്ല. ആ ഐക്യം ഹൃദയത്തിൽ വിശ്വാസം കൊണ്ടല്ലാതെ, ശരിയായ ഈമാൻ കൊണ്ടല്ലാതെ, തൗഹീദ് കൊണ്ടല്ലാതെ, ശിർക്ക് ഒഴിവാക്കുന്നതിലൂടെ അല്ലാതെ ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ ശരിയായ തൗഹീദ് കൊണ്ട് ഒരുമിപ്പിക്കുകയും അവരുള്ള ശിർക്കും അതുപോലെ തന്നെ ആ ശിർക്കിനെ പ്രതിരോധിക്കുകയും അതിൻ്റെ പ്രചാരകരായി നിൽക്കുന്ന ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല തകർത്ത് കളയുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.